ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കൂട്ടാനാണ് ചെയ്യുന്നത്. ഇത് ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ലഞ്ചിന് ചോറ് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം നിർബന്ധമായിട്ടും കുട്ടികൾക്ക് വേണം. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ടു. നമ്മൾ നേരത്തെ എടുക്കുകയാണെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ കളറ് ചേഞ്ച് ആവും. എന്നിട്ടത് അരിയുമ്പോൾ ഇങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞത്. അതുകൊണ്ടാണ് പിള്ളേർ ഇതിനെ വട്ടം വറുത്തതെന്നാണ് പറയുക. നമ്മൾ ആ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് അതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് കഴുകി ഇങ്ങോട്ട് എടുക്കുവാണേ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഒന്നുമില്ല, ഇതിൽ സിമ്പിളാണ്, വേറെ ഒന്നും വേണ്ട. മഞ്ഞൾപ്പൊടി ഒരു ശകലം ഇടുക, എരിവിനനുസരിച്ച് മുളക് പൊടി. കുട്ടികൾക്ക് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി. എന്നിട്ടത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഭയങ്കര എളുപ്പമാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്, വേറെ ഒന്നും ചെയ്യാനില്ല ഇതിൽ. പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം ഒരു ഐറ്റമായിട്ട്. എന്നിട്ടിതാ പാൻ ഞാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് ചൂടായി വന്നപ്പോഴേക്കും എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ആ എടുത്ത ഉരുളക്കിഴങ്ങ് മുഴുവനും തന്നെ അതിലേക്ക് അങ്ങ് നിരത്തി അങ്ങ് ഇടുവാണ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിൻ്റെ മുകളിൽ കയറി കിടന്നെന്ന് വെച്ചാൽ കുഴപ്പമില്ല, നമുക്ക് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഇടാവുന്നേ ഉള്ളൂ. ഓരോന്നായിട്ട് സെപ്പറേറ്റ് വറുത്തെടുക്കുകയോ എണ്ണയിൽ വറുത്ത് കോരുകയോ ഒന്നും വേണ്ട. നമ്മൾ സാധാരണ മെഴുക്കുവരട്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന അത്രയൊക്കെ തന്നെ എണ്ണ ഇതിനാവശ്യം വരുന്നുള്ളൂ. അതെല്ലാം ഞാൻ അതിലേക്ക് അങ്ങ് നിരത്തി ഇടുവാണേ. കുറച്ച് പരന്ന ഒരു പാത്രത്തിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ചീനിച്ചട്ടിയിലും ചെയ്തെടുക്കാം, പക്ഷെ അപ്പോൾ ഇച്ചിരി എണ്ണ കൂടുതൽ വേണമെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ പാത്രത്തിൽ ആ കലക്കി നമ്മൾ പുരട്ടി വെച്ചില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വെള്ളം ഊർന്നിട്ടുണ്ടാവും. ഒരിത്തിരി നേരം കൊണ്ടാണെങ്കിലും അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചേക്കാം, അല്ലെങ്കിൽ ആ ഉപ്പൊക്കെ വ്യത്യാസം വരില്ല, അത് കളയണ്ട. ഇനി അത് പതുക്കെ ഇരുന്നൊന്ന് വെന്തോട്ടെ. നമ്മൾ ഉരുളക്കിഴങ്ങല്ലേ, അതും ഇത്ര കനം കുറഞ്ഞ് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും. അത് ഒരു സൈഡായി വരുമ്പോഴേക്കും നമ്മളൊന്ന് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എല്ലാ സൈഡും മുരിഞ്ഞൊന്ന് നമ്മളൊന്ന് നോക്കിയാൽ മതി. ഇത് മാത്രമാണ് ഇതിനകത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു പരിപാടി. നമുക്ക് എല്ലാ പീസും ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അത് ഓരോന്നായിട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഏതെങ്കിലും ഒരു പീസ് ശരിക്കും മൂക്കാതെ കിടക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ എല്ലാം തിരിച്ചും മറിച്ചു വിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാവും എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് ഇത് റെഡിയാവും. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും എല്ലാം വെന്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് മൊരിഞ്ഞിട്ടുമുണ്ട്, പുറമേ മൊരിഞ്ഞിട്ടുമുണ്ട്, അകത്തൊരു നല്ലൊരു സോഫ്റ്റ്നെസ്സും ഉണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇത് ഇഷ്ടമാവുന്നുള്ളത് ഉറപ്പാണ്. താങ്ക് യു.